ഗൈസ്, ട്രാവൽ വിത്ത് ട്രിവിയന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പൊ ഏട്ടാ മോനെ, അപ്പൊ നമ്മള് ഇന്ന് ഒരു യാത്ര ചെയ്തായിരുന്നു. അപ്പം ഇത് ഇൻട്രോ ഒന്നും നമ്മൾ എടുത്തിട്ടില്ല, നമ്മൾ യാത്ര അങ്ങ് ചെയ്ത് വീഡിയോ ഒക്കെ ഫുള്ള് എടുത്ത് ഇൻട്രോ എടുക്കാൻ ചെറുതായിട്ടൊന്ന് മറന്നു. നമ്മള് ഇന്ന് തിരുവനന്തപുരം സൂവിലെ കുറച്ച് കാഴ്ചകളാണ്. ഭീമയുടെ കുറച്ച് സ്വന്തക്കാരൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. കേറിയപ്പോഴേ സ്വന്തക്കാർ തന്നെയായിരുന്നു. തീർച്ചയായിട്ടും സിംഹവാലനൊക്കെ ഉണ്ടായിരുന്നു. താങ്കൂട്ടാ അപ്പൊ ഏട്ടാ മോനെ, അപ്പൊ എല്ലാരും വീഡിയോ കണ്ടിട്ട് വരാം. അപ്പൊ നമ്മള് സൂവിലേക്ക് കയറുകയാണ്. സൂവിന്റെ ഫുൾ മാപ്പ് ഇവിടെ ഉണ്ട്. കുറേ ഒരു 2 വർഷം മുന്നേ നല്ല ചെറുതായിരുന്ന സമയത്താണ് നമ്മളിവിടെ വന്നിട്ടുള്ളത്. ഫുൾ ഡീറ്റെയിൽസ് ഇതിലുണ്ട്. ബേഡ്സ് എവിടെയാണ് എല്ലാം ഉണ്ട് കേട്ടോ ഇതിനകത്ത്. ഇവിടെ നമുക്ക് ടിക്കറ്റ് പോരാനിട്ട് നമ്മൾ ക്യാമറ ഗോപ്രോ ഒക്കെ ഉണ്ടെങ്കിൽ സ്പെഷ്യൽ ചാർജ് ഉണ്ട് കേട്ടോ. 200 രൂപ. 200 രൂപ കൊടുക്കണം ഗൈസ്. 200 രൂപ. ടിക്കറ്റ് എടുക്കാതെ അകത്ത് കയറി ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ പിടിക്കുക. ബാഹുബലിയിലെ മറ്റേ സാധനം ആരാ? ബേസൽ പോത്ത് ബേസിൽ ജോസഫ് ആണോന്നൊന്നും എനിക്കറിയത്തില്ല. അവന് 3 വയസ്സായി. പക്ഷെ അവൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് സൂവിൽ വരുന്നത്. ഇതൊക്കെ ബാഹുബലിയിലെ ഇതിനെ കാണുന്നത് ആദ്യമായിട്ടാണ്. ബാഹുബലിയിലല്ല, അവൻ സൂവിലേ വരുന്ന ആദ്യമായിട്ടാണ്. ഇവള് വന്നിട്ടുണ്ട്. ഇവള് കുഞ്ഞായിരുന്നപ്പോ വന്നിട്ടുണ്ട്. കുരങ്ങ് കണ്ടോ? സിംഹവാലൻ കരിങ്കുരങ്ങ് കൊണ്ടിരിക്കുന്നു. അത് കുരങ്ങ് തന്നെ. ഇതാണ് ചാടിപ്പോയെന്ന് പറഞ്ഞത്. സിംഹവാലൻ ഇതാണ് ചാടിപ്പോയെന്ന് പറഞ്ഞത്. സിംഹവാലൻ എന്ന് പറയുന്നത് അവര് ഇണയെ കാണിച്ച് തിരിച്ച് വിളിച്ചതാണ്. വിളിച്ചിരിക്കാണ്ട് ഇവിടെ ഒരാൾ അവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നു, ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നു. പശ്ചിമത്തിൽ മാത്രം കാണപ്പെടുന്നു. 6 മാസം. ഇതാണ് ജിറാഫ്. ഇതെന്താണ് മുത്തേ പറ? എന്താണ്? കാട്ടുപോത്ത്. മാൻ നിൽക്കുന്നുണ്ടോ? അത് മാനല്ലേ, പശുക്കുട്ടിയാ. ഇതുണ്ട്. അവിടെ ഒരു എലിയൊക്കെ ഉണ്ട് കേട്ടോ. അണ്ണാനും ഇതിന്റെ എല്ലാത്തിൻ്റെയും കൂടെ അണ്ണാനെ ഓട്ടിക്കുന്ന എലി. നോക്ക്, അണ്ണാനെ ഓട്ടിക്കുന്ന എലി. അണ്ണാ അതിന്റെ മണ്ടയ്ക്ക് ഒരു രസമിട്ട് അവരൊക്കെ കമ്പനിയായി കേട്ടോ. ഇത് നമ്മുടെ മറ്റേ ഇതാണ് വൈറ്റ് റിയ. എന്ത് സംഭവം എന്ന് പറഞ്ഞൂടാ. പിന്നെ ഒരു വൻതത്താന്ന് പറഞ്ഞ തത്തുണ്ട്, അതിന്റെ മേലിരിപ്പുണ്ട് കേട്ടോ. ഇതാണ് വൻതത്ത. അതിനെന്തിന് വൻതത്തേന്ന് വലിയ, പക്ഷെ നോക്ക് വൻതത്തകൾ ഭയങ്കര തിരക്കാണ് കേട്ടോ. അതാണ്ട് കഴുകൻ അല്ല, പഴന്തല്ലേ മൂങ്ങയാ. ഞാൻ ബാക്ക് അത്ര കേട്ടോളൂ. ഈ ഫ്രണ്ട് ഉണ്ടല്ലേ ആളെ തിരിച്ചറിയാൻ പറ്റും. റിംഗ് നേക്കഡ് നെക്കഡ് ഫീസൽ. കോഴിയുടെ ഇനത്തിൽപ്പെട്ട എന്തോ ഒരു സാധനമാണെന്ന്. കോഴിക്ക് കഴുകനിൽ പരിണാമം സംഭവിച്ചു പോലെ ഇരിക്കുന്നു. വെറൈറ്റി മരങ്ങളുണ്ട് ഇവിടെ. ഈ മരത്തിൻ്റെ പേരാണ് കുരി എന്നാണ് ഇംഗ്ലീഷ് എഴുതിയിരിക്കുന്നത്. പക്ഷെ മലയാളത്തിൽ കുരിന്ന് എഴുതി വെച്ച് ഒരു ഊച്ചിന്നമ്മ. എൻ്റെ കുടുംബ പേരാണ് എലച്ചുഴി. അതിൻ്റെ പേരിലൊരു മരം തന്നെയാണ്. ഒരു വാഴയുള്ളപ്പോൾ ഒരു മരം ഉണ്ടായിക്കൂടെ? കുടുംബത്തിലൊരു വാഴയുള്ളപ്പോൾ ഒരു മരം ഉണ്ടായിക്കൂടെ? ഇതിനകത്തെ ഒരു മൂങ്ങ ഉണ്ടെന്നാണ് ഇവർ പറയപ്പെടുന്നത്. ഇതിനെ കാണണമെങ്കിൽ കഴിഞ്ഞാൽ ലെൻസ് കാണാൻ പറ്റും. അതിൻ്റെ ഇടയിൽ ഇരിപ്പുണ്ട് വെള്ളി മൂങ്ങ. അതോ ഇരിക്കുന്ന ഇതിന് അതുകൊണ്ട് ലൈറ്റൊക്കെ ഉണ്ടാകുന്നെങ്കിൽ ഇച്ചിരി കൂടെ വ്യക്തമായി കാണാം. അവരിങ്ങോട്ടാണ് നോക്കുന്നത്. ദിസ് ഈസ് കോൾഡ്, എന്താണ് ഇതിന്റെ പേര്? ഈ ഫോട്ടോയിൽ ഏതായിട്ടാണ് മാച്ച്? വർണ്ണക്കൊക്ക്. ഹലോ, കറക്റ്റ് ഞാനാണ് കണ്ടുപിടിച്ചേട്ടാ കറക്റ്റായിട്ട്. കം ഹിയർ. വർണ്ണങ്ങളില്ലാത്ത കൊക്കാണ്. ഞാനും കൊത്തു. അത് കൊത്തു. നിന്നെ കണ്ടിട്ട് വരുന്നതാണ്. ഗ്രേറ്റ് വൈറ്റ് പെലിക്കൻ. മലയാളത്തിൽ പറ. വെൺകൊതുമ്പാണ്.
കൂമ്പാനോ അതുകൊണ്ട് കൊടുമ്പാനം പോണുണ്ടോ വെള്ളം. നമ്മക്കൊക്കെ അത് അരയന്ന. വെള്ളത്തിൽ കൂടെ നീന്തുന്ന ഹംസാണ്. ഹംസം നീന്തുന്നതാണ്. ഒരെണ്ണം ഇങ്ങനെ വിരിഞ്ഞിരിക്കുന്നു. നാട്ടിൽ ഇത്രയും വെറൈറ്റീസ് ഓഫ് കോഴികളുണ്ടെന്ന് നമ്മൾ അറിയുന്നില്ല. അവിടെ ഒരു വെള്ളക്കോഴി, ഇവിടെ ഒരു വെള്ളിക്കോഴി. കോളേജ് വിടുന്ന സമയത്ത് മാത്രമേ കാണാറുള്ളൂ ഇത്രയും വെറൈറ്റി. ഇവിടെ ഒരു സുവർണ്ണക്കോഴി, ഇവിടെ വേറൊരു കോഴി. ഈ മൃഗങ്ങളെ കൂടാതെ വവ്വാൽ കൃഷി നടത്തുന്നുണ്ട്. ആ മരം നിറച്ച് ആ തൂങ്ങിക്കിടക്കണ എല്ലാം വവ്വാലാണ്. എന്തൊരു ശബ്ദം! എന്താ ഇവരിവിടെ അർമാദിക്കാണ് കേട്ടോ, ഓടി നടന്ന്. നല്ല കാറ്റ്, നല്ല സൈലൻ്റ് അന്തരീക്ഷം എന്ന് പറയാൻ പറ്റൂല. മൊത്തം വവ്വാലിൻ്റെ ശബ്ദമാണ്. പക്ഷെ നല്ല തണുത്ത കാറ്റ്. നമ്മുടെ നാട്ടിൻ പ്രദേശങ്ങളിൽ നമുക്ക് കാണാൻ പറ്റാത്ത ഒരു അപൂർവ ഇനം പക്ഷി അവരിവിടെ വളർത്തുന്നുണ്ട്. കണ്ടോ? കാക്കയ്ക്ക് എന്ത് മൃഗശാല ഇരുന്നുണ്ട്. നാട്ടിൽ വരുമ്പോഴത്തേനും ഹൈപ്പില്ല, മൃഗശാല വന്ന് കാണുമ്പോൾ ഹൈപ്പുണ്ട്. ദിസ് വേ, ഇതുവഴി പോയാൽ നമുക്ക് കാട്ടിലെ രാജാവിനെ കാണാം. സിംഹണ്ണൻ. പുലി പുല്ലും തിന്നു മാറ്റിട്ട് സിംഹം പുല്ലും തിന്നുന്നാകും. അതിൻ്റെ ആ ഒരു എടുപ്പ് കണ്ടോ. പക്ഷെ പാവം വയസ്സായി പോയിട്ടോ. മറ്റേ എന്ത് പറയുന്ന സംസ്ഥാന മൃഗം ആന്ധ്രാപ്രദേശിന്റെ ഇന്ത്യ, നേപ്പാൾ എന്നിവിടങ്ങളിൽ കാണപ്പെടുന്നു. മഹാരഥി സസ്യഭൂമിന്റെ സ്റ്റേറ്റ് അനിമൽ ഓഫ് ആന്ധ്രാപ്രദേശ്. മൃഗം ഇവിടെ ഇല്ല കേട്ടോ. അങ്ങ് പോയി ഇവിടെ അതിനകത്ത് ഇവിടെ ഉണ്ട്, ഇവിടെ കാണത്തില്ല. കൃഷ്ണമൃഗം, ബാഹുബലി കാള. ഒരെണ്ണത്തിൻ്റെ ശരീരം നോക്ക്, എത്ര എണ്ണം കൊണ്ടിരിക്കുന്നത്. ഏറ്റവും വലുത് ഒരെണ്ണം. ലുലു സ്പോൺസർ ചെയ്തിട്ടുള്ളൊരു വണ്ടിയാണെന്ന് തോന്നുന്നു. ലുലുവിൻ്റെ പരസ്യം ഫ്രണ്ടിലും ബാക്കിലൊക്കെ ഉണ്ട്. പക്ഷെ കൊള്ളാം കേട്ടോ. ഇവിടെ മറ്റുള്ള വണ്ടികളെ അപേക്ഷിച്ച് ഇച്ചിരി കാണാനൊക്കെ വൃത്തിയുള്ളൊരു വണ്ടിയാണത്. എൻ്റെ ഫ്രണ്ടൊക്കെ കണ്ടില്ലേ, മറ്റേ ടൂറിസ്റ്റ് ബസ്സിൻ്റെ പോലെ ആ ഒരു സംഭവത്തിൽ മിററൊക്കെ വെച്ചിട്ട് കൊള്ളാം ഗൈസ്. അങ്ങനെ നമ്മൾ ഫൈനലി ആ രാജപ്പനെ കണ്ടുപിടിച്ചിരിക്കുകയാണ്. താണ്ടി രാജപ്പൻ. രാജപ്പൻ്റെ അടുത്ത് നിന്നൊരു ഫോട്ടോ എടുക്കുക. രാജപ്പന, ഇതാണ് രാജപ്പന. എൻ്റെ ഇവിടെ ഒരാൾ ലുലുവിൻ്റെ വണ്ടി വന്നപ്പം പുള്ളിക്കാരൻ അതിൽ കയറി പോകണമെന്ന്. അപ്പം അതിനിപ്പോൾ ഇണങ്ങി കണ്ട കൈ കയറി അങ്ങോട്ടാ ആണ്ട. ലുലുവിൻ്റെ വണ്ടി കിട്ടാത്തതുകൊണ്ട് എന്താ സന്തോഷമായിട്ട് നടക്കുന്നത്. എന്താ ചെയ്യാ. ഇവിടെ ഇതേ ഈ ഒരു ഒറ്റ പക്ഷിയുള്ളു. ഇത് നീലത്തിൽ മുങ്ങിയതാന്ന് തോന്നുന്നു. ആ കണ്ടില്ല കേട്ടാ. കാണത്തില്ല. ഈ രണ്ടെണ്ണം നീല കളറ്. അതിനെ കഴുകിയതായിരിക്കും കുജാലെ മുക്കി നീലക്ക്. ഇതിനകത്തൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ കാണുന്ന സാധനങ്ങളെല്ലാം കാണാം. നിൽഗിരി, ബ്ലാക്ക് ബക്ക്, ഹിമാലയൻ ബിയർ, സ്ലോത്ത് ബിയർ. പക്ഷെ ഇവരെല്ലാം നമ്മൾ അവിടെ നിന്ന് കണ്ടിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ആരെ? ഈ ഹിമാലയൻ സിംഹപാലം കുരങ്ങിനെയൊക്കെ. അത് ഹിമാലയൻ ബിയർ. ആ കുരങ്ങ് അത് വേറെ കുരങ്ങാണോ അല്ലേ? അത് നിന്റെ ഏതാണ്ട് ഒരു രണ്ടുപേരും ഏതാണ്ട് ഒരു നോക്കി എന്നെ അടുത്ത് വന്നാണ് ഞാൻ പറയുന്നത്. നോക്കിയാണ് ഗൈസ്, നിങ്ങൾ തന്നെ പറയണം. എന്നാണ്ട് ഈ മുഖം ആ മുഖം തമ്മിൽ നല്ല നോക്കിയാണ്. നല്ല ഇച്ചിരി കറുപ്പാണ്, ഇത് ഇച്ചിരി അത്ര വ്യത്യാസമില്ല. ഏതാണ്ട് സെയിം ആണ് കേട്ടോ ഗൈസ്. ഇതാണ് ജിയാൻ ബാമ്പു, ഇല്ലെങ്കിൽ നമുക്ക് ഡ്രാഗൺ ബാമ്പു എന്ന് അറിയപ്പെടുന്ന ബാമ്പു. എൻ്റെ പോലെ ഹെവി സാധനമാണ് കേട്ടോ. ഇതൊന്നേ ഈ കല്ലിലെന്തോ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. എന്തോ എഴുതിയിട്ടുണ്ട്. മാങ്ങി വെച്ചിട്ടുണ്ട്. ഇത് തമിഴാണ്, മലയാളമല്ല. ഇതിനകത്ത് മലയാളമുണ്ട്. അതുകൊണ്ട് ഇത് മലയാളമാണ്. ഗൈസ് മൈൻഡ് ഉണ്ട് ഗൈസ്. ഓക്കെ, ഇങ്ങനെ ഉള്ളതാണ്. എനിക്ക് പിന്നെ സ്ഥിരമായി. നിങ്ങൾക്കിപ്പം മനസ്സിലായി തോന്നിക്കാണെന്ന് എനിക്കറിയാം അല്ലേ? ഇവിടെ വരുന്നവർക്ക് വണ്ടിയിൽ യാത്ര ചെയ്യാം. അതെ, നടക്കാനായിട്ട് താല്പര്യം ഇല്ലാത്തവർക്ക് യാത്ര ചെയ്യാം. പക്ഷേ ഈ സൂ നടന്നു കാണാൻ
എന്നാണ് ഞാൻ അതെ അല്ല പ്രായമുള്ളവർക്ക് അതൊക്കെയാണ്, പക്ഷേ ഇത് നോക്കുമ്പോൾ ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാരൊക്കെ അതിനകത്ത് കയറിയിരിക്കുന്നതാണ്, വലിയ കാര്യമില്ല. ഇവിടെ ഇരുന്നാണ് ഉരകങ്ങൾ. ഇതിനകത്താണ് പാമ്പുകൾ. ആണോ പാമ്പിന്റെ വീട്. ഇതാണ് പെരുമ്പാമ്പ്. ഇത് ഇന്ത്യയിലെ പെരുമ്പാമ്പ്. രണ്ടുപേരുണ്ട് കേട്ടോ. ഇണചേരാനായിരിക്കില്ലേ രണ്ടുപേരുണ്ട്. ഒരാൾ തുടക്കുന്നു, ഒരാൾ തുടക്കുന്നു. നമ്മുടെ മൂർഖൻ പാമ്പ്, സർപ്പം, ഇങ്ങനെ പല പേരിൽ പറയുമെങ്കിലും ഇതാണ് ഗൈസ് മൂർഖൻ പാമ്പ്. ചേര പോലെ ഇരിക്കും. ചേരയല്ല മൂർഖൻ പാമ്പ്. ഫസ്റ്റ് എടുക്കുന്നു. കണ്ണു ഇത് നമ്മുടെ ആമ. ആമയുടെ കൂടെ നീർക്കോലി ഉണ്ടേ. ആമകളിരിക്കുന്നുണ്ട്, ആമക്കുട്ടന്മാര്. നീർക്കോലിയുടെ പടമല്ല, നീർക്കോലി ഇരുന്ന് അനങ്ങുന്ന കണ്ടില്ലേ. കണ്ണാടി വെച്ചിട്ടുണ്ട് ആമയുടെ താഴെ. നെയ്മാമ ഈ വീഡിയോ കാണുന്നെങ്കിൽ നെയ്മാമ മനസ്സിലാക്കണം, നിങ്ങൾ അടിച്ചു കൊന്ന സാധനമാണ് ഇതാ കിടക്കുന്ന കാട്ടുപാമ്പ്. ഇതാണ്ട് ഇവിടെ കാട്ടുപാമ്പ് കണ്ടല്ലോ. നെയ്മാമയ്ക്ക് വേണ്ടി സമർപ്പിക്കുന്നു. ഇല്ല, അതെവിടെ പോയി. ഇതിനകത്തൊന്നും ഒന്നുമില്ല. ദിസ് ഈസ് കോൾഡ് റെഡ് ഇയേർഡ് സ്ലൈഡർ. ആമയാണ്, ആമ അവിടെ ഇരിക്കുന്നുണ്ടോ. ചെറിയ വിഷമുണ്ട് ഇതിന്. അരോണ, ഹെവി അരോണയാണ്. ഇതിൽ കുറച്ചും കൂടെ നല്ല മീൻ അറേഞ്ച് ചെയ്ത് തരാമായിരുന്നു. ചെറിയ കാർപ്പ് കൊച്ചു മീൻ. ഓ പാക്കു പിരാനയുടെ ഇനത്തിൽപ്പെട്ടൊരു സാധനമാണ് കേട്ടോ. ഇത് കൊള്ളാമല്ലേ ദീപ? പിരാനയുടെ ഇതിൽ വരുന്നതാണ്. പാച്ചു അല്ല, പാക്കു. അലിഗേറ്റർ. മത്സ്യകന്യക. രണ്ട് കന്യക. ഡിസ്കസ് എല്ലാം ഡിസ്കസ് ചെയ്തിട്ടേ ചെയ്യാറുള്ളൂ. അതാണ് ഡിസ്കസ്. ഇവർ പരസ്പരം ഫുൾ ഡിസ്കഷനിലാണ്, എപ്പോഴും ഡിസ്കഷനാണ്. കണ്ടോ ഏഞ്ചൽ ഫിഷ്. ഞാൻ പണ്ട് ഏറ്റവും കൂടുതൽ വളർത്താൻ ശ്രമിച്ചിട്ടുള്ളത്, ഏറ്റവും കൂടുതൽ പെട്ടെന്ന് ചത്തു പോകുന്നത് ഒരു സാധനമായിരുന്നു ഏഞ്ചൽ ഫിഷ്. ഇതാണ് നമ്മുടെ കാറ്റ് ഫിഷ്. കാറ്റ് ഫിഷ് ആണ്. നോസ്ഡ് ഇവള് പഠിച്ച അവിടെ കേറ്റിന്റെ ശരി കേറ്റ് ഫിഷാണ് കേട്ടോ ഗൈസ്. കേറ്റ് ഫിഷ്. ഇതിൽ ലോബസ്റ്റർ ഉണ്ടെന്ന് എഴുതി വെച്ചിട്ടുണ്ട്, പക്ഷേ കാണാനില്ല ലോബസ്റ്ററിന്. ഓക്കെ, ഇത് തന്നെ നമുക്ക് അറിയാലോ. നമ്മുടെ ഷാർക്കേട്ടൻ, അൽബിനോയുണ്ട്, മറ്റേ ഇതുണ്ട്. ഞാൻ വളർത്തിയിട്ടുണ്ട്. തൂവൽ മത്സ്യം, ബ്ലാക്ക് ഗോസ്റ്റ് മേ ഫിഷ്. ഇതിനെ ഗോസ്റ്റ് ഫിഷ് എന്നൊക്കെ പറയും. അതിൻ്റെ ഒരു
പറയാറുണ്ട്. കബൂട്ടോ കോയി ഒന്നും കാണുന്നില്ലല്ലോ. ഈലുണ്ടോ അതിനകത്ത്? ഓ ഈലുണ്ട് കേട്ടോ അതിനകത്ത്, ഞാൻ കണ്ടില്ല. എന്തിന് ഉള്ള അക്വേറിയം മര്യാദയ്ക്ക് നോക്കത്തില്ല നീ. കോയിക്കാർ ഇത് ഒറിജിനൽ കോയാണ് കേട്ടോ, ഇത് ഒറിജിനൽ കോയാണ്. ഇതിനേക്കാളും നല്ല കോയുണ്ട്, ക്വാളിറ്റിയുള്ള കോയി വരും എൻ്റെ ഉണ്ടായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി ഇപ്പോൾ ഇല്ല. ഓസ്കാർ ഫിഷ്. എനിക്ക് ഈ ഓസ്കാറിൽ ഈ ഒരു കളർ ഭയങ്കര ഇഷ്ടമാണ്. ഈ ബ്ലാക്ക് ഈ ഒരു സംഭവം എനിക്ക് ഭയങ്കര, ഈ ഒരു കളർ വരെ നല്ല രസമാണ് കാണാൻ. ഇല്ല ഇത് നല്ലൊരു ഇത് നല്ലൊരു ഭംഗിയാണ് ഇതിന്. പാരറ്റ് ഫിഷ് 2 എണ്ണം ഞാൻ വീട്ടിൽ കൊണ്ടിട്ട് അവസാനം ചത്തു. എല്ലാ മീനും ചത്തുപോകാറാണ് പതിവ്. നമുക്ക് വെളിയിലോട്ട് ഇവിടെ ഈ വെളിയിൽ ആണ്ട് ഈ പോണ്ടിലോട്ട് നമ്മൾ ഈ കയറുന്ന ആ അക്വാറിയത്തിൽ കയറുന്ന ഇവിടെ തന്നെ ഉണ്ട്. ആ പോണ്ടിൽ അത്യാവശ്യം മീനുകളുണ്ട്, അത്യാവശ്യം വലിയ മീനുകളാണ്. റോഡൊന്നും കാണാൻ പറ്റുന്നില്ല ഗൈസ്. റോഡ് എവിടെയാണെന്ന് തപ്പിപ്പിടിക്കണമെങ്കിൽ റോഡ് കണ്ടുപിടിക്കണമെങ്കിൽ ഇച്ചിരി പണിയാണ് ഗൈസ്. കണ്ടോ മഴ ഉണ്ടോ? അന്യായ മഴ. നമ്മള് ലുലുവിലൊക്കെ പോയായിരുന്നു. നമ്മള് സൂയിമിറങ്ങി നേരെ ലുലുവിൽ പോയി. പിന്നെ വീഡിയോ എടുത്തില്ല, കാരണം നിങ്ങളെ വെറുപ്പിക്കേണ്ടെന്ന് കരുതി. കാരണം ഓൾറെഡി കുറെ ലുലു വീഡിയോ കാണിച്ചതിന് വെറുപ്പിച്ചിട്ടുണ്ട് ഗൈസ്. ഈ മഴയത്ത് ഇവിടെ ഇങ്ങനെ നിന്നാൽ പണി നടക്കൂല. അതുകൊണ്ട് നമ്മൾ ഇച്ചിരി എങ്ങനെയെങ്കിലും അങ്ങ് ചെയ്യാനുള്ള പരിപാടികളാണ് പോകുന്നത്. അപ്പം നമ്മുടെ വീഡിയോ സ്ഥിരം കാണുന്ന നിങ്ങൾ നമ്മളെ എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലിക്ക് എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.